ഹായ് മക്കളെ, പ്രൂവ് ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. അതായത് ഒരു സമാന്തര ശ്രേണി തന്നിട്ട് അതിൽ പെർഫെക്റ്റ് സ്ക്വയറുകൾ ഇല്ല, അഥവാ പൂർണ്ണവർഗ്ഗങ്ങൾ ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളാണ്. പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ചോദ്യം ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 4, 9, 16, 25 പോലത്തെ നമ്പറുകളാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ, പ്രത്യേകിച്ച് 7ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ടാകും. ഈ കാണുന്നതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ അഥവാ ഒരു പൂർണ്ണവർഗ്ഗത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ശിഷ്ടം എപ്പോഴും 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇത് നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. സോ അത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എഴുതാം. പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എവറി പെർഫെക്റ്റ് സ്ക്വയർ വെൻ വി ഡിവൈഡ് 4 ദ റിമൈൻഡർ വിൽ ബി 1 or 0. ഇൻ എവറി പെർഫെക്റ്റ് സ്ക്വയർ വെൻ വി ഡിവൈഡ് 4 ദ റിമൈൻഡർ വിൽ ബി 1 or 0. അത് എൻ്റേതായ ഇംഗ്ലീഷ് പറഞ്ഞാണ്, നിങ്ങളുടേതായ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എഴുതാം. അത് ഇത്രേ ഉള്ളൂ. ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനെ ഒരു പൂർണ്ണവർഗ്ഗത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 or 0 ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ഈ കാണുന്ന ശ്രേണിയെ 6, അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുന്നത്? റിമൈൻഡർ 2, അഥവാ ശിഷ്ടം 2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഏത് ടേമിനെയും നമ്മൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സെയിം ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 14 എടുത്തു. 14 4 ഡിവൈഡ് ചെയ്ത് എത്ര? 3 4 12 2. 2 എന്നാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ 3 കിട്ടിയെങ്കിൽ എല്ലായിടത്തും 3 ആയിരിക്കും. ഇവിടെ 5 കിട്ടിയെങ്കിൽ എല്ലായിടത്തും 5 ആയിരിക്കും. അതായത് ഏതാണോ വരുന്നത് അതായിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക. അപ്പോൾ അതിന് നമുക്ക് രണ്ടുകൂടി കൺക്ലൂഡ് ചെയ്തിട്ട് എന്ത് പറയാം? ഇവിടെ റിമൈൻഡർ 2 ആണ്, എന്നാൽ പെർഫെക്റ്റ് സ്ക്വയറിൽ 1 or 0 ആണ്. ഒരിക്കലും എന്താവില്ല. റിമൈൻഡർ ഈസ് 2. റിമൈൻഡർ 2 ആണ്, നോട്ട് 1 or 0. 1 0 ആവില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഇതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത് 1 or 0 ആണ്. ഇതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത് റിമൈൻഡർ 2 ആണ്. ഇത് രണ്ടും കൂടി എന്താ ഇല്ല, സെയിം ആവുന്നില്ല. സോ പെർഫെക്റ്റ് സ്ക്വയറിൽ ഇതിന് 3 മാർക്ക്. ഈ 2 സെൻറ്റൻസ് എഴുതിയാൽ മതി. ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 or 0 എന്ന് എഴുതാം. രണ്ടാമത്തെ സെൻറ്റൻസ് ഈ സീക്വൻസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2. അത് രണ്ടും സെയിം അല്ല എന്ന് എഴുതിയാൽ ഫുൾ മാർക്ക്. ഇതെല്ലാം SSLC ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് 100K എന്ന് പറയുന്ന ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങളുടെ SSLC ഫുൾ A+ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ ചാനൽ 100K അടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് രണ്ടും നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഉപകാരപ്പെട്ട കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നതാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ.